ആ ഒരു ഫ്യൂലിങ്ങിലൊക്കെ ഒരു വ്യത്യാസമായിരിക്കാം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വണ്ടി. വണ്ടി അങ്ങോട്ട് വാടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 2025 ഡൊമിനാർ 400 ആണ് കേട്ടോ. കുറച്ച് മാറ്റങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല ഈ ഒരു മാറ്റത്തെ പറ്റിയിട്ട്. കാരണം ബജാജിൻ്റെ ഈ കഴിഞ്ഞ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത മെയിനായിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേയിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ്. അപ്പം നേരെ സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നല്ല ചൂടൊക്കെ സഹിച്ചിട്ടാണ് ഈ വണ്ടിയുടെ റിവ്യൂ ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ എറണാകുളം വരെയൊക്കെ വരുന്നത്. കായംകുളത്തു നിന്ന് എറണാകുളം വരെ ഒരു 120 കിലോമീറ്റർ ഉണ്ട്. ഫസ്റ്റിൽ തന്നെ ലൈക്ക് ചെയ്തേക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പഴയതുപോലെ ഒന്നും കിട്ടാറില്ല. അപ്പോൾ അത്രയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഒരു പാഷനായിട്ട് മാത്രം ചെയ്യുന്നതാണ്. സോ ഡൊമിനാർ 400ൻ്റെ റിവ്യൂയിലോട്ട് നമുക്ക് പോവാം. എനിക്കിഷ്ടം ആ ഒരു സെക്കൻഡറി മീറ്റർ ഉള്ള ഒരു ലുക്കായിരുന്നു. പിന്നെ എന്തോ വണ്ടിക്കൊരു യുണീക്ക് ഫീലായിരുന്നു. ആ ഒരു സെക്കൻഡറി മീറ്റർ നമ്മുടെ വണ്ടിയിൽ ബജാജിൻ്റെ ലോഗോ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു സത്യത്തിൽ. അത് മാറ്റിയത് എന്തോ ഒരു കുറവ് പോലെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിലവിൽ കളർ ടിഫ്റ്റി ഒന്നും അല്ല, ഒരു കളർ LCD ഡിസ്പ്ലേ എന്ന് പറയാം. കുഴപ്പമില്ല, നല്ലൊരു മാറ്റം തന്നെയാണ്. എന്ന് നമുക്ക് കാലത്തിനനുസരിച്ച് മാറണമല്ലോ. ഇപ്പോൾ അഡീഷണലായിട്ട് നമുക്ക് 4 റൈഡിങ് മോഡ് വരുന്നുണ്ട്. റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻജിൻ്റെ അത്യാവശ്യം വാണിങ്ങും ട്രാക്ഷൻ കൺട്രോൾ പോലുള്ള ഫീച്ചർ. അതുപോലെ തന്നെ ഈ റൈഡിങ് മോഡൊക്കെ സത്യം പറഞ്ഞാൽ അത്യാവശ്യം എഫക്റ്റീവാണ് കേട്ടോ. നമുക്ക് സ്പോർട്സ് മോഡിലൊക്കെ ഇട്ടാൽ NS 400 ഒക്കെ കാണുന്നത് പോലെ തന്നെ നല്ല ചാടി വണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ മെയിൻ മാറ്റം ഈ ഒരു റൈഡ് ബൈ വയറാണ് കേട്ടോ. ഇപ്പം നമുക്ക് ആ ഒരു കേബിളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. ഇത് കംപ്ലീറ്റ്ലി ഓപ്പറേറ്റഡ് ബൈ സെൻസറാണ്. ഈ ഒരു ത്രോട്ടിൽ നിൻ്റെ ഇൻപുട്ട് വഴിയാണ് ത്രോട്ടിൽ ബോഡി ക്ലോസിങ്ങും ഓപ്പണിങ്ങും. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിസൈസറായിട്ടുള്ള ഒരു ഷാർപ്പ് ത്രോട്ടിലിങ് അല്ലെങ്കിൽ നമുക്കൊരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ നമുക്ക് എന്തൊക്കെയാലും നോക്കാം. പിന്നെ ഇത് ഈ കാണുന്ന സ്വിച്ച് ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ ആ ഒരു ഡൊമിനറിൻ്റെ സ്വിച്ചിൻ്റെ ആ ഒരു ഡിസൈനോ അല്ലെങ്കിൽ ലുക്കൊന്നും തന്നെയല്ല, എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ആ ഒരു ഡിസ്പ്ലേ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ജോയ്സ്റ്റിക്ക് സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. ഫോണിലൊന്നും മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ക്വാളിറ്റിയൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബാക്ക് ലൈറ്റൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഹാൻഡിലിൻ്റെ ആ ഒരു ഇഞ്ചസ് കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ട്. അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഹൈവേസിലൊക്കെ ആയിട്ട്. പിന്നെ ഇതൊരു പ്രോപ്പർ നെക്കൽ ഗാർഡല്ല, ഇതൊരു വിൻ ഗാർഡായിട്ട് തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ജോയിൻറ്റഡ് ആയിട്ടല്ല, നമുക്ക് കയ്യിലൊരു വിൻ പ്രൊട്ടക്ഷൻ. ലോങ് റൈഡിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും അത് യൂസ്ഫുൾ ആവുന്നത്. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവറാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ അതൊരു വലിയൊരു മാറ്റം തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അഡ്ജസ്റ്റബിൾ ലിവറും റൈഡ് ബൈ വയറും എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡറി മീറ്റർ മാറ്റിയതാണ് കേട്ടോ. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ സൈഡിലായിട്ടാണെങ്കിലും നമുക്ക് ഇവിടെയൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാമായിരുന്നു ഈ ഒരു സംഭവം. പിന്നെ ഈ ഒരു മീറ്റർ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെക്കൻഡറി മീറ്ററിൻ്റെ ആവശ്യകത വരുന്നില്ല. ഈ ഒരു മുകളിലായിട്ട് തന്നെ വാണിംഗ് ലൈറ്റും കാര്യങ്ങളും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെ ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വിൻ വൈസറാണ്, ആ ഒരു ടൂറിങ് വൈസറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വിൻ പ്രൊട്ടക്ഷനാണ് ഈ ഒരു വൈസർ. അല്ലെങ്കിൽ ലുക്ക് തന്നെ ഉണ്ട്, നല്ലൊരു എസ്തറ്റിക് ലുക്കാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ സിൽവർ USD ഫോർക്ക്, ഡയമണ്ട് കട്ട് അലോയ്, ബിഗ്ഗർ 320mm ഡിസ്ക് ബ്രേക്ക്. പിന്നെ MRFൻ്റെ ടയറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടയറാണ്, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയാം. പിന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻജിൻ ഗാർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റീൽ എൻജിൻ ഗാർഡാണ്. ആ ഒരു സെയിം 373cc ലിക്വിഡ് കൂൾ DOHC എഞ്ചിനാണ്. 40 PS കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 36 Nm ടോർക്കും കാര്യങ്ങളൊക്കെ. വലിയ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പം നിലവിൽ സിംഗിൾ സ്പാർക്കാണ്. പിന്നെ എനിക്കിതിനകത്ത് നിരാശ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഇതൊരു പ്രൂവൺ എഞ്ചിനാണ്. പക്ഷേ ഓടിക്കുന്ന സമയത്ത് എന്തോ ഒരു വ്യത്യാസം വണ്ടിയുടെ ഭാഗത്ത് ഫീൽ ചെയ്യുന്നു. അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ വണ്ടിയുടെ മാത്രമാണ് കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പുതിയ ഡ്യൂക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് ലൈറ്റ് വെയിറ്റ് ഡൊമിനർ ഇറങ്ങുമെന്നൊക്കെയാണ്. മേ ബി അത് ഇറങ്ങുമായിരിക്കും. ബട്ട് ഇപ്പം നിലവിൽ നമുക്ക് വലിയ അപ്ഡേഷനൊന്നും ഇല്ലാതെ മീറ്ററിൽ ബജാജിൻ്റെ ഇപ്പോഴത്തെ 2024 തൊട്ട് 25 വരെയൊക്കെ ഉള്ള അപ്ഡേഷനിലുള്ള എല്ലാ വണ്ടിയിലും കൊടുത്ത പോലുള്ള ആ ഒരു മീറ്റർ അപ്ഡേറ്റ് ആണ് മെയിനായിട്ടും കൊടുത്തേക്കുന്നത്. പിന്നെ റൈഡ് ബൈ വയറുണ്ട്, കുറച്ചുകൂടെ ഷാർപ്പായിരിക്കും വണ്ടി. പിന്നെ എക്സോസ്റ്റ് നോട്ടിലോ കാര്യങ്ങളൊന്നും തന്നെ ഒരു ചേഞ്ചും ഇല്ല, കുറച്ചുകൂടെ ബേസ് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ നൈട്രോക്സ് മോണോഷോക്ക് സസ്പെൻഷനാണ്, കുഴപ്പമില്ലാത്ത നല്ലൊരു സസ്പെൻഷനാണ്. പിന്നെ സിംഗാമും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണാം. ടയറൊക്കെ പഴയതുപോലെ തന്നെ സെയിം ആണ്. റിഫ്ലക്ടർ
പിന്നെ നമുക്ക് ആ ഒരു അത്യാവശ്യം റൈഡ് ബൈ വയറൊക്കെ വന്നുകൊണ്ട് നല്ല ത്രോട്ടിൽ റെസ്പോൺസീവ് ആകുമ്പോൾ സമയത്ത് ടോർക്കുള്ളൊരു വണ്ടി കൊണ്ട് തന്നെ പില്ലിന് നല്ല കംഫർട്ടബിളായിട്ട് നല്ല സേഫറായിട്ട് ഇരിക്കാൻ സാധിക്കും. ഇപ്പം ലോങ് റൈഡ് ചെയ്യാനാണെങ്കിലും നമുക്കൊരു ബാക്ക് സപ്പോർട്ടുണ്ട്, ലഗേജ് റാക്ക് ആ ഒരു കണ്ടില്ലേ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ LED ആണ്. ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മാത്രം വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഹെഡ്ലൈറ്റ് എന്നതിലൊന്നും ഒരു മാറ്റവും വരുന്നതിന് യാതൊരു ആവശ്യമില്ല. അന്ന് 2016 ഇറങ്ങിയ സമയത്ത് എത്രത്തോളം പവർഫുള്ളായിരുന്നു അത്രത്തോളം പവർഫുൾ തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ ഹെഡ്ലൈറ്റ്. കണ്ണിലോട്ടൊക്കെ ഉണ്ടല്ലോ ബ്രൈറ്റ് അടിച്ചാൽ തീർന്ന്. പിന്നെ നമുക്ക് റേഡിയേറ്റർ ഗാർഡൊക്കെ അത് ഈ ഒരു ടൂറിംഗ് വേരിയൻറ്റിൽ വരുന്നതാണ്. സോ നമുക്കെന്തായാലും നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാം. ഓടിച്ചിട്ട് എന്താണ് ഈ ഒരു വണ്ടി എന്നുള്ള കാര്യം ജസ്റ്റ് നോക്കാം. അതിന് മുമ്പായിട്ട് വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല സൗണ്ട്, നല്ല ബേസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ഫ്രണ്ട് വ്യൂവേ മാറിപ്പോയി. എല്ലാ ബജാജിൻ്റെ വണ്ടികളിലും വന്നതുപോലെ തന്നെ നമ്മുടെ NS 400-ലും RS 400-ലും RS 200-ലൊക്കെ വന്ന സെയിം മീറ്റർ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാം, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മച്ച് നീഡഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു വണ്ടിക്ക്. തീർച്ചയായിട്ടും ട്രാക്ഷൻ കൺട്രോൾ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് പോയിന്റിലൊക്കെ ഇത് വലിയൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. റെക്കോർഡിംഗ് ആണുണ്ടല്ലേ, വളരെ കഷ്ടപ്പെട്ടെടുക്കുന്ന റിവ്യൂ ആണേ. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് മോഡിലാണ് ഇപ്പം നിലവിൽ കിടക്കുന്നത്. ഇതൊന്ന് മാറ്റണം. അപ്പോൾ കണക്ടിവിറ്റി, ലാപ്പ്, ടൈമർ, സെറ്റിങ്സിനകത്തായിരിക്കണം. അല്ല, വെഹിക്കിൾ ഇൻഫോ, റൈഡ് മോഡ്. ഇപ്പോൾ നമ്മൾ സ്പോർട്സിലോട്ട് ഇടുകയാണ്. കാര്യം ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ പോലെ റോഡ് മോഡൊക്കെ ഇട്ട് ഓടിച്ചിട്ടുള്ളതാണ്. അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം. മൈ ഗോഡ്, ആ ഒരു ഡൊമിനറിൻ്റെ ആ ഒരു ത്രോട്ടിലിംഗ് ലാഗിലൊന്നും നിലവിലിപ്പം ഫീൽ ചെയ്യുന്നില്ല. ത്രോട്ടിൽ നല്ല റെസ്പോൺസീവ് ആയിട്ടാണ്, ക്യുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് റൈഡ് ബൈ വയറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹൈ സ്പീഡല്ല, ഒരു റണ്ണിങ്ങിൽ നമുക്കിത് എടുത്ത് അറിയാൻ സാധിക്കും. അത്രയ്ക്ക് നമുക്ക് എടുത്തറിയാൻ സാധിക്കും ഇതിൻ്റെ ആ ഒരു ത്രോട്ടിൽ ഡിഫറൻസ്. റൈഡ് ബൈ വയർ മാറി, കേബിൾ മാറി റൈഡ് ബൈ വയർ, ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് എടുത്തറിയാൻ സാധിക്കും. പിന്നെ NS 400-ൽ നിന്ന് ഈ ഒരു സെയിം എൻജിൻ, സെയിം റൈഡ് ബൈ വയറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൽ കുറച്ച് വെയിറ്റ് ആർഡർ ആയതുകൊണ്ട് നമുക്ക് അത്ര അഗ്രസീവായിട്ട് ഫീൽ ചെയ്യത്തില്ല. വണ്ടി കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ വണ്ടി പവർഫുള്ളാണ് കേട്ടോ. അത്യാവശ്യം നല്ല റെസ്പോൺസുമാണ്, ക്യുക്ക്. പക്ഷേ റോഡ് മോഡിലിട്ട് ഓടിച്ച സമയത്ത് കുറച്ചധികം വൈബ്രേഷൻസും അതുപോലെ തന്നെ വണ്ടിക്കൊരു ആ ഒരു ഫ്യൂലിങ്ങിലൊക്കെ ഒരു വ്യത്യാസമായിരിക്കാം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വണ്ടി. റോഡ് മോഡിലിട്ട് ഓടിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അവനെ തുറന്നു പറയാണ്. പക്ഷേ സ്പോർട്സ് മോഡിലോട്ട് വന്ന സമയത്ത് ഞാൻ സത്യം പറയാൻ വേണ്ടി ആ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലേ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നി എന്നൊക്കെ ഉള്ള കാര്യം. പക്ഷേ എനിക്കിപ്പോൾ അത് മാറ്റി പറയാനായിട്ട് വന്നു. കാരണം സ്പോർട്സ് മോഡിൽ ആ ഒരു OG ഡൊമിനറിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്തായാലും കിട്ടി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റൈഡിങ് മോഡ്സൊക്കെ അത്യാവശ്യം വർക്കിംഗ് ആണ് എന്നുള്ള കാര്യമൊക്കെയാണ്. പിന്നെ ഒരു 80, 100, 110, 120 എന്നൊക്കെ പറയുന്നത് വണ്ടിക്ക് ഒന്നുമല്ല. സസ്പെൻഷൻസ് ആർ നോട്ട് ബാഡ് അല്ല. പിന്നെ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ ഒരു 32 ഒക്കെ മാക്സിമം കിട്ടും. അതിന് മുകളിലോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. വാവ്, കൊള്ളാം കേട്ടോ വണ്ടി. ബ്രേക്സ് കുഴപ്പമില്ല. ഫ്രണ്ടിലത്തെ ബ്രേക്ക് 320 mm ആണ് ഫ്രണ്ടിലത്തെ ബ്രേക്കിങ്ങിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് ആൻ ബാഡ് ഓപ്ഷൻ. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ആസ് യൂഷ്വൽ ഒരു ആവറേജ് ബാക്ക് ബ്രേക്കാണ്. ഓഫ് റോഡ് മോഡിൽ ഇതൊക്കെ ഓഫാവും. വണ്ടിയുടെ റിഫൈൻമെൻറ്റ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടെ ആദ്യത്തെ ജനറേഷൻ ആ സിംഗിൾ എക്സോസ്റ്റ് വരുന്ന ഡൊമിനറായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് റിഫൈൻമെൻറ്റ് ലാക്കാവുന്നുണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ട് എനിക്ക് തോന്നുന്നു. ആ ഒരു പഴയ SOC എഞ്ചിൻ DHCയിലോട്ടാക്കി 40 PS ഒക്കെ ആക്കിയപ്പോൾ എഞ്ചിന്
അത്രയും സ്ട്രെസ്സ് എടുക്കുമല്ലോ, അപ്പോൾ അത്രയും കുറച്ചും കൂടെ ഒക്കെ ഒരു വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ മിററിലോട്ടൊന്നും അത്ര വൈബ്രേഷൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. തരിപ്പും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് തരിപ്പും കാര്യങ്ങളൊക്കെ. വണ്ടി പുഷ്പം പോലെ കയറുകയാണ് കേട്ടോ. അങ്ങനെ ഹീറ്റിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല വണ്ടിയുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഓവർ ഹീറ്റിംഗ്, ഡ്യൂക്ക് 390 പോലെ ഓവർ ഹീറ്റിംഗ് ഒന്നുമല്ല. ഇതൊരു പ്രൂവൻ എഞ്ചിനാണ്, 373cc ലിക്വിഡ് കൂൾഡ് DHC എഞ്ചിനാണ്. കുറച്ച് റീസെൻ്റ്ലി കംപ്ലയിൻസ് ഒക്കെ ഈ DHCയിലോട്ടാക്കിയ സമയത്ത് ഹെഡ് കംപ്ലയിൻറ്റ് പണി തരുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ബജാജ് റിസോൾവ് ചെയ്ത് കൊടുക്കും. 5 വർഷത്തെ വാറണ്ടിയൊക്കെ ഉള്ളതല്ലേ, അപ്പം അതൊക്കെ ബജാജ് പുല്ല് പോലെ മാറ്റി കൊടുക്കും. പിന്നെ വിൻഡ് വൈസറൊക്കെ നല്ല ഫങ്ഷനിലാണ്, നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, വിൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യും. ഇതൊരു ഹൈപ്പർ റൈഡറാണ്. ഓഫ് റോഡറാണോ വെച്ച് കഴിഞ്ഞാൽ അല്ല, ക്രൂസറാണോ വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇതൊരു ഹൈപ്പർ റൈഡറാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് അത്യാവശ്യം ബെറ്ററായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ സാധിക്കും. പില്ലിയൻ കംഫർട്ടും ഉണ്ട്, റൈഡിങ് കംഫർട്ടും ഉണ്ട്. കണ്ടില്ലേ, വണ്ടി അങ്ങോട്ട് വലിച്ചു പറിച്ച് കയറുകയാണ്. ആ ഒരു എൻജിൻ്റെ പവർ നമ്മുടെ കൈകളിലേക്ക് കിടിലമായിട്ട് ഈ ഒരു ത്രോട്ടിൽ എത്തിക്കുന്നുണ്ട്. ത്രോട്ടിൽ മാറിയതിൻ്റെ ഒരു വ്യത്യാസം എടുത്തറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. കുറച്ച് സോഫ്റ്ററാണ് സസ്പെൻഷൻ ഫ്രണ്ടിലത്തത്, എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് വേവിയല്ല. വേവിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഗിയർ ബോക്സ് ആൻഡ് ക്ലച്ച് ആൻഡ് ഈസ് വെരി സ്മൂത്ത് ആൻഡ് പ്രിസൈസ്ഡ്. കാരണം സ്ലിപ്പർ ക്ലച്ചാണ് ക്ലച്ച് വരുന്നത്. ഗിയർ ബോക്സ് നോർമലി നമുക്ക് ബജാജിൻ്റെ സാധാരണ ഒരു ക്ലങ്കിനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗിയർ ബോക്സ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എൺപതിലൊക്കെ കയറിയിട്ടില്ല വണ്ടിക്കില്ല, ഒന്നുമില്ലാത്തൊരു ഫീല്, അനക്കമില്ല വണ്ടിക്ക്. അമ്മാതിരി സ്റ്റെബിലിറ്റിയാണ് ഈ ഒരു വണ്ടിക്ക് അത് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ ആ ഒരു വിസ്ലിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ഡൊമിനാറിൻ്റെ മാത്രം പ്രത്യേകത ആണെന്ന് തോന്നുന്നു. ആ ഒരു വിസ്ലിംഗ് ഈസ് സംതിങ് ഡിഫറെൻ്റ് ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. കൊള്ളാം കേട്ടോ ഈ ഒരു വണ്ടി. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി. കാരണം എനിക്ക് അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ റോഡ് മോഡിലാണ് ഇട്ടിരുന്നത്. റോഡ് മോഡിൽ അത്ര ത്രോട്ടിൽ റെസ്പോൺസീവ് ആയിരിക്കത്തില്ല. പിന്നെ ആ ഒരു ഫീലിംഗ്, നേരത്തെ പറഞ്ഞ ഫീലിങ്ങിലൊക്കെ ഒരു വ്യത്യാസം വരുന്നത് കൊണ്ട് നമുക്ക് എൻജിൻ്റെ ഭാഗത്തുനിന്ന് അത്ര റെസ്പോൺസ് ഫീൽ ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഒരു നിരാശയാണ് തോന്നിയത്. ലാഗിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ സ്പോർട്സ് മോഡിൽ ഇട്ടപ്പം കഥ മാറി. കൊള്ളാം. നമ്മുടെ ഇവിടുത്തെയൊക്കെ റോഡ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വണ്ടിയുടെ ഉപയോഗം നമ്മളെന്തായാലും അറിയും. അതിന് മുമ്പേ ഈ ഒരു വണ്ടിയുടെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് ആൾ ഇന്ത്യ അടിക്കാൻ വേണ്ടി ഇത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. കാര്യം റൈഡിങ് കംഫർട്ടാണ് മെയിനായിട്ടും, അല്ലെങ്കിൽ ആ ഒരു എൻജിൻ കേപ്പബിലിറ്റിയാണ് ടൂറിങ്ങിന്. നമുക്ക് ഈസി ആയിട്ട് 100+ എല്ലാ ദിവസവും നമുക്ക് ഓടിക്കാം. എൻജിൻ റിലയബിലിറ്റിയെ പറ്റിയൊക്കെ സംസാരിക്കാനാണെങ്കിൽ ബജാജ് ആണെന്നും പറഞ്ഞൊന്നും തള്ളിക്കളയല്ലേ. ഇത് ഓൾറെഡി എത്രയോ രാജ്യങ്ങളൊക്കെ കറങ്ങി ഇതിൻ്റെ എൻജിൻ റിലയബിലിറ്റി പ്രൂവൻ ചെയ്തതാണ്. പഴയ വേരിയൻറ്റിൽ ഒരു പവർഫുൾ ആണെങ്കിലും 400cc അത്ര ഒരു പവർ ഇല്ലെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ DHC ആക്കിയത്. സോ വൈബ്രേഷൻസ് ആർ ലിറ്റിൽ ബിറ്റ് ഡെയർ. അതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ മാറ്റങ്ങളെന്ന് പറയുന്നത്. എനിക്കിതൊക്കെ തന്നെയാണ് വണ്ടിയെപ്പറ്റി കൂടുതലായിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ടൂറിങ്ങിന് നോക്കുന്നൊരു ബഡ്ജറ്റ് ടൂറിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പവർ കുറയും എന്നുള്ള കോംപ്രമൈസൊന്നും വേണ്ട. ഒരു കോംപ്രമൈസും ഇല്ല. പ്രൈസിൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല, പെർഫോമൻസ് കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല, വാല്യൂ ഫോർ മണിയുടെ കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല. ദിസ് ഈസ് ദ ബൈക്ക് ഫോർ യു. പ്രീമിയം ബൈക്ക് ബ്രാൻഡാണെന്നൊന്നുമില്ല, ബട്ട് ഇത് ക്വാളിറ്റി ഉള്ള സാധനമാണ്, നമുക്ക് എടുക്കാം. 5 വർഷത്തേക്ക് വാറണ്ടി യമഹായൊക്കെ പ്രൊവൈഡ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. ഹോണ്ട പ്രൊവൈഡ് ചെയ്യും കേട്ടോ, പൈസ മേടിച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പൈസ മേടിക്കാതെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
സൗണ്ട് കണ്ട ഗൈസ്. ഇതിൻ്റെ സ്പീഡോമീറ്റർ കേബിൾ എന്തോ ഊരി വിട്ടുപോയി കേട്ടോ. ഇത്ര നേരം വർക്കായിക്കൊണ്ട് ഇപ്പോഴാട്ടോ ശ്രദ്ധിച്ചേ. അപ്പോൾ എന്തായാലും പോപ്പുലർ ബജാജിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഉണ്ട് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നതിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോറൂം. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫെമിലിയർ ആയിട്ടുള്ളൊരു മോഡലാണ്. നമ്മൾ ഓൾറെഡി റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വണ്ടിയുടേത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ആരോ കരയുന്ന പോലത്തെ സൗണ്ട് റേഡിയേറ്റർ ഫാൻ്റെ ആയിരുന്നു.